കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വത്തിക്കാനിൽ കൺസിസ്റ്ററി ഇന്ന് ആരംഭിക്കും. ദൈവം നമ്മുടെ ഫോണുകളിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മാർപ്പാപ്പ. നൈജീരിയയിലെ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. റാഞ്ചി അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. വിശുദ്ധ ചാവറയച്ചന്റെ സ്മാരകത്തിന് സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. വാർത്തകൾ വിശദമായി. വത്തിക്കാനിൽ കർദിനാളന്മാരുടെ അസാധാരണ യോഗം ജൂൺ 26, 27 തീയതികളിലായി നടക്കും. ലോകം നേരിടുന്ന വെല്ലുവിളികൾ, സഭയുടെ സമകാലിക ദൗത്യങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കുവാനുമായിട്ടാണ് കൺസിസ്റ്ററി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ലിയോ 14 പാപ്പ വിളിച്ചുകൂട്ടിയ 2ാമത്തെ കൺസിസ്റ്ററിയാണ് ഇത്. ഇന്ന് 26-ാം തീയതി പാപ്പയുടെ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കുന്ന കൺസിസ്റ്ററി പിറ്റേന്ന് വൈകുന്നേരം പാപ്പയോടൊപ്പമുള്ള അത്താഴ വിരുന്നോടെ സമാപിക്കും. 4 സെഷനുകളാണ് കൺസിസ്റ്ററിക്ക് ഉള്ളത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന കൺസിസ്റ്ററിയിൽ 170 കർദിനാളന്മാർ പങ്കെടുത്തിരുന്നു. മൊബൈലിൽ ബൈബിളും പ്രാർത്ഥനകളും ഒക്കെ തന്നെയാണ് ഉള്ളതെങ്കിലും ദൈവം മൊബൈലിലേക്ക് നോക്കുന്നില്ലെന്നും നമ്മുടെ ജീവിതങ്ങളിലേക്കും ഹൃദയത്തിലേക്കുമാണ് ദൈവം നോക്കുന്നതെന്നും മാർപ്പാപ്പ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്നതുകൊണ്ട് കാര്യമില്ല. ഓരോരുത്തരും സ്വന്തം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്ത് പ്രയോജനം? വൈകുന്നേരം നിശ്ചിത സമയത്തിനു ശേഷം ഞാൻ ഇനി എന്റെ ഫോണിലേക്ക് നോക്കില്ല, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഞാൻ എന്റെ കുടുംബവുമായി സംസാരിക്കാൻ സമയം ചെലവഴിക്കും, ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എന്ന് തീരുമാനിക്കുക. ഇതിലൂടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് പരിധികൾ നിശ്ചയിക്കാനാവും. വത്തിക്കാനിലെ ജോലിക്കാരുടെ മക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പിൽ 3 മുതൽ 13 വരെ പ്രായമുള്ള കുട്ടികളോടായിരുന്നു സംസാരിക്കുകയായിരുന്നു പാപ്പ. നൈജീരിയയിലെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലകളിലൊന്നായ പ്ലേറ്റോ സംസ്ഥാനത്തുണ്ടായ സംഘർഷത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥരും അക്രമികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മരണം സംഭവിച്ചത്. പ്ലേറ്റോ, ബെന്യു തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വർദ്ധിച്ചുവരുന്നത് വംശീയ സംഘർഷങ്ങളാണ്. ഇതിനു പുറമെ ബോക്കോ ഹറാം, IS എന്നിവയും നൈജീരിയയെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. റവർ ആനന്ദ് ഡേവിഡ് സാക്സോയെ റാഞ്ചി അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി ലിയോ 14 പാപ്പ നിയമിച്ചു. 1975 നവംബർ 20-ന് ജനിച്ച നിയുക്ത മെത്രാൻ 2006 മെയ് 15-നാണ് വൈദികനായി അഭിഷിക്തനായത്. കർദിനാൾ ടെൽസ്ഫോർ ടോപ്പോയുടെ പേഴ്സണൽ സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടുണ്ട്. VD സതീശൻ സർക്കാർ വിശുദ്ധ ചാവറയച്ചന്റെ സ്മാരകത്തിനായി 1 കോടി രൂപ അനുവദിച്ചു. കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ആൻഡ് സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ ചാവറയച്ചൻ ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് 1 കോടി രൂപ അനുവദിച്ചത്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.